വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുകയാണ്. ഇതുവരെ 293 പേരാണ് മരിച്ചതായി സ്ഥിരീകരണം. 1500-ലധികം പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നിരവധി ആളുകളെ കാണാതെ പോയ ആളുകളെ തിരയുന്ന ദൗത്യവും ഇനി ആരംഭിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഇന്നത്തെ ഈ ഒരു രക്ഷാദൗത്യം നിർത്തിവെച്ചെങ്കിൽ പോലും സൈന്യം തങ്ങളുടെ ദേശസ്നേഹത്തിൻ്റെ കരുത്തിൽ ബെയിലി പാലം പടുത്തുയർത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ നാളെ മറ്റ് ദൗത്യം പുനരാരംഭിക്കുമ്പോൾ തന്നെ വാഹനങ്ങൾ എത്തിച്ച് കൂടുതൽ പരിശോധനകൾ നടത്താനുള്ള ദൗത്യത്തിലേക്ക് സൈന്യം കടക്കും. ഒപ്പം തന്നെ മറ്റ് ദൗത്യ സംഘങ്ങളും സന്നദ്ധ സംഘടനകളും ഈ ഒരു രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുകയാണ്. മനോജ് ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. മനോജ്, ഒരുപക്ഷെ ആശ്വാസം തന്നെയാണ് ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചതിലൂടെ. ഒരുപക്ഷെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തന്നെ പറഞ്ഞതാണ്, ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച ഉടൻ തന്നെ രക്ഷാദൗത്യങ്ങൾ വേഗത്തിലാകും, വരും മണിക്കൂറുകളിൽ നിർണായകമാകും. മറ്റ് സജ്ജീകരണങ്ങൾ ഈ മുണ്ടക്കൈ മേഖലയിൽ എത്തിച്ച രക്ഷാദൗത്യം എളുപ്പത്തിനാക്കാനുള്ള സാധ്യത തന്നെയാണ് ഇനി സൈന്യം നോക്കിക്കാണുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഈ ഒരു മേഖലകളിൽ ഒക്കെ തന്നെ കാണാതായ ആളുകളെ കണ്ടുപിടിക്കുന്നതിനായുള്ള മറ്റ് ദൗത്യങ്ങൾ ചാലിയാർ പുഴയിലും മറ്റും വരും ദിവസങ്ങളിൽ തന്നെ വളരെ ശക്തമായ രീതിയിലുള്ള തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. ഇന്ന് പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് തുടരുന്നത്. രാവിലെയും ഒക്കെയുമായി ഇടവിട്ടുള്ള മഴ അത് വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും രക്ഷാദൗത്യത്തിൻ്റെ നിർണായക ഘട്ടം ഇവിടെ തുടങ്ങുകയാണ്. ഈ ഒരു പാലം പൂർത്തീകരിച്ചു. ഇനിയിപ്പോൾ നാളെ ഈ രക്ഷാദൗത്യം പുനരാരംഭിക്കുമ്പോൾ എന്തൊക്കെ നിർണായകമായ നീക്കങ്ങളായിരിക്കും, രക്ഷാദൗത്യ പ്രക്രിയകളായിരിക്കും നാളെ തുടങ്ങുക? തീർച്ചയായും വിഷ്ണു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടുകൂടി തന്നെ അങ്ങോട്ടേക്ക് വാഹനങ്ങൾ എത്തിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ യന്ത്രസാമഗ്രികളൊക്കെ എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ മുണ്ടക്കൈ മേഖലയിലുള്ള രക്ഷാപ്രവർത്തനം അത് കൂടുതലും ഊർജിതമായി തന്നെ നടത്തുവാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ചൂരൽമല പ്രദേശത്തു നിന്നാണ് അങ്ങോട്ടേക്ക് പോകുവാൻ ഒരു സംവിധാനമില്ലായിരുന്നത്. എന്തായാലും ഇപ്പോൾ ആ ഒരു സംവിധാനം ഇവിടെ തയ്യാറായിരിക്കുന്നു. സൈന്യം വളരെയധികം ഊർജ്ജസ്വലതയോടുകൂടി തന്നെ ഈ ഒരു നിർമ്മാണ പ്രവർത്തനമൊക്കെ പൂർത്തിയാക്കി അവരൊക്കെ തന്നെ വളരെയധികം ആത്മാഭിമാനത്തോടു കൂടി തന്നെ ഇനി ഈ രക്ഷാപ്രവർത്തനത്തിന്റെ മറ്റ് മേഖലകളിലെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാവുകയാണ്. എന്തായാലും ആ ദൃശ്യങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ നേരത്തെ കടന്നുപോയത്. ആ ട്രക്കിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പാലത്തിലൂടെ ആദ്യഘട്ടത്തിൽ ഈ യാത്ര നടത്തി, അതിന്റെ ബലപരിശോധന നടത്തി, പിന്നീട് JCB അടക്കമുള്ള വാഹനങ്ങൾ ഈ പാലത്തിലൂടെ പോയി. ഇനി എന്തായാലും നാളെ മുതൽ രാവിലെ മുതൽ ആരംഭിക്കുന്ന രക്ഷാപ്രവർത്തനം അതിൽ തന്നെ കൃത്യമായും ഈ മുണ്ടക്കൈ മേഖല കേന്ദ്രീകരിച്ചാകും രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. കാരണം അവിടേക്കാണ് നേരത്തെ ഈ സംവിധാനങ്ങൾക്കൊന്നും തന്നെ എത്തിച്ചേരാൻ പറ്റാതിരുന്നത്. ആ മേഖലകൾ കേന്ദ്രീകരിച്ച് ഈ രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ ഇന്ന് തന്നെ നമ്മൾ കണ്ടതാണ്, നിരവധി മൃതദേഹങ്ങൾ ഇതിലൂടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ വീണ്ടും ഈ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏറെ ദുഷ്കരമായിട്ടുള്ള രക്ഷാപ്രവർത്തനം എന്നുള്ള കാര്യം തന്നെയാണ് അവിടെ എത്തിയ രക്ഷാപ്രവർത്തകരടക്കം സൂചിപ്പിച്ചത്. എന്തായാലും മരണസംഖ്യ ഉയരുന്നത് ആശങ്കാജനകം തന്നെയാണ്. എന്തായാലും ഇനി ജീവന്റെ തുടിപ്പുകൾ ആ മേഖലയിൽ ബാക്കിയുണ്ടെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് എത്തിക്കും എന്നുള്ള കാര്യം തന്നെയാണ് സൈനികരടക്കം വ്യക്തമാക്കിയത്. എങ്കിൽ പോലും ഈ ഒരു പ്രതികൂല കാലാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ആ മേഖലയിലെ രക്ഷാപ്രവർത്തനം എത്തരത്തിലാണ് ഇനി മുന്നോട്ട് പോകുവാൻ സാധിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. കാരണം മനുഷ്യനെ കൊണ്ട് ഇനി അവിടെയുള്ള ഈ കല്ലും മണ്ണും ഒന്നും മാറ്റി പുറത്തെടുക്കാൻ സാധിക്കില്ല. കൃത്യമായുള്ള യന്ത്രസാമഗ്രികൾ അവിടെ വേണം, വാഹനങ്ങൾ വേണം. അതിന്റെയുള്ള സംവിധാനങ്ങളാണ് ഈ മദ്രാസിലെ എഞ്ചിനീയറിംഗ് വിഭാഗം, സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം. മനോജ്, അത് തന്നെയാണ് രക്ഷാദൗത്യത്തിന്റെ നിർണായക ഘട്ടമായ ബെയിലി പാലം പൂർത്തീകരിച്ചിരിക്കുന്നു. ഒരുപക്ഷെ നാളെ ഈ ഒരു തെരച്ചിൽ പുനരാരംഭിക്കുമ്പോൾ ദൗത്യം കൂടുതലായി ഏകോപനത്തിലൂടെ ഈ ഒരു ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്.